Good afternoon, all. Good afternoon, ma'am. Good afternoon, miss. Okay, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എല്ലാവരും വായിച്ചു നോക്കിയോ? വില്ലേജ് വേസ്റ്റ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു വെച്ചത്. അപ്പോ വരെ നിങ്ങൾ അത്യാവശ്യം വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കി എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ എവിടെ വരെയാണ് നമ്മൾ എടുത്തു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സില്? ഷാർപ്പസ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് അല്ലേ? അത് മുഴുവനും എടുത്ത് തീർന്നതല്ലേ? ഓക്കെ, നമുക്ക് പ്രത്യേകിച്ച് ഡൗട്ടൊന്നും ഇല്ലായെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ കണ്ടു അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള വില്ലേജിനെ കുറിച്ചിട്ട് കണ്ടു. ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് നമ്മൾ കണ്ടത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് വില്ലേജ് വേസ്റ്റ്, സെക്കൻഡ് വണ് മെർക്കുറിയസ് വില്ലേജ് വേസ്റ്റ്, തേർഡ് വണ് ഷാർപ്പസ് വില്ലേജ് വേസ്റ്റ് അല്ലെ. അത് മൂന്നും നമുക്കറിയാം വ്യത്യസ്ത രീതിയിൽ തന്നെയാണ്. അത് കൂടുതൽ അല്ലെ അവിടെയുള്ള പേഷ്യൻസിനെ ആണെങ്കിലും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സ്റ്റാഫിനെ ആണെങ്കിലും എൻവയൺമെന്റിനെ ആണെങ്കിലും എന്തെങ്കിലും രീതിയിൽ അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യണം അല്ലെ. അതിന്റെ വേസ്റ്റ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യണം. നമ്മൾ നെക്സ്റ്റ് നോക്കാനുള്ളത് കെമിക്കൽസ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, കെമിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അല്ലെ, നമുക്കറിയാം രാസവസ്തുക്കളൊക്കെ ആവുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്യണം അല്ലെ. കാരണം പൊല്യൂഷൻ ഒരുപാട് നമുക്കറിയാം എന്താണ് എൻവയൺമെന്റൽ ആയിട്ടുള്ള ഒരു പൊല്യൂഷനും കൂടി സ്വാഭാവികമായിട്ട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സാധാരണയായിട്ട് കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. ചെറിയ രീതിയിലൊക്കെ അത് അത്തരത്തിലുള്ള കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും രോഗനിർണയങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും, ചെറിയ രീതിയിലൊക്കെ ആയിരിക്കും അത് യൂസ് ചെയ്യുന്നത്. പക്ഷെ ചെറിയ രീതിയിലാണെങ്കിൽ കൂടി അത് ലീക്ക് ഔട്ട് ചെയ്തു കഴിഞ്ഞാൽ വലിയ വലിയ അപകടങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ കെമിക്കൽ യൂസ് ചെയ്തിട്ടുള്ള ഒത്തിരി എക്യുപ്മെന്റ്സുകളാണെങ്കിലും കുറച്ചൊക്കെ രീതിയിലൊക്കെ ചെറുതായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ അത് എന്താണ് ഏതെങ്കിലും രീതിയിൽ ഒരു ചെറിയ ലീക്ക് ഔട്ട് വരുമ്പോൾ പ്രകൃതിയെ മൊത്തത്തിൽ ബാധിക്കാം, അവിടെയുള്ള പീപ്പിൾസിനെയും അല്ലെ കൂടുതലായിട്ട് എഫക്ട് ചെയ്യും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ സ്റ്റെപ്സുകൾ എടുക്കണം. അതിന്റെ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വരിക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ് സൂട്ട് ലൈക്ക് മൈനർ ഓർ മേജർ സ്പിൽ. ഇതാണ് അവിടെ എടുത്ത് പറയുന്നത്. കെമിക്കൽ ആയതുകൊണ്ട് തന്നെ വളരെ വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അല്ലെ. അതുകൊണ്ട് തന്നെ അത് ചെറിയ ഒരു സ്പില്ലേജ് ആണോ അല്ലെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള ഒരു സ്പില്ലേജ് ആണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ആദ്യം തന്നെ അത് കറക്റ്റ് ചെയ്യണം അല്ലെ. അത് നിരീക്ഷിക്കണം. ചെറിയ രീതിയിലുള്ള ഒരു ലീക്ക് ഔട്ട് ആണോ അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഒരു സ്പില്ലേജ് ആണോ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ക്ലാരിഫൈ ചെയ്യണം. ഓക്കെ ആണോ ഫസ്റ്റ് പോയിന്റ്? നെക്സ്റ്റ് ആണ് എന്താണ് അത്രയും വലിയ സ്പില്ലേജ് ആയതുകൊണ്ട് തന്നെ പ്രോപ്പർ കെയർ വേണ്ടത് കൊണ്ട് തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുമ്പോൾ എവിക്ട് ദ ഏരിയ. എവിക്ട് ദ ഏരിയ എന്ന് പറയുന്നത് ആ ഏരിയയിൽ നിന്ന് എല്ലാവരും ഒഴിവായി പോകണം അല്ലെ. കെമിക്കലാണ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ വളരെ കൂടുതൽ ശ്രദ്ധയോട് കൂടിയിട്ട് അത് ഹാൻഡിൽ ചെയ്യണം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ ഏരിയയിൽ നിന്ന് എല്ലാവരും ഒഴിവായി പോകണം അല്ലെ. ഇഫ് ദ സ്പിൽ ഈസ് ഇമ്പോർട്ടന്റ് എവിക്ട് ദ ഏരിയ ആൻഡ് കോൾ എമർജൻസി സർവീസസ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കെമിക്കലാണ് സ്പില്ലേജ് സംഭവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ ഏരിയയിൽ എല്ലാവരും ഒഴിവായി പോകണം. മാത്രമല്ല എമർജൻസി സർവീസിന് വേണ്ടിയിട്ട് അറിയിക്കേണ്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ ഇൻഫോം ചെയ്യണം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. Personnel should use suitable personal protective equipment like gloves, goggles, and respirators before going to the spill to avoid a connection with the chemical and
അവോയ്ഡ് ഇൻഹാലേഷൻ ഓഫ് കെമിക്കൽ സ്മോക്ക്. അപ്പൊ നമ്മള് എല്ലാവരോടും വെക്കേറ്റ് ചെയ്ത് പോവാൻ പറഞ്ഞാലും ഹോസ്പിറ്റലുകളിൽ ആരെങ്കിലും ഒരാളെ നിരീക്ഷിക്കണം. അത് വേണ്ടി വരില്ലേ? നിരീക്ഷിക്കേണ്ടി വരില്ലേ? അതായത് വലിയ വലിയ വിസ്ഫോടനങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദികൾ ഹോസ്പിറ്റലുകാരെ തന്നെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം എങ്ങനെയെങ്കിലൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ അതിൽ എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ വരുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ നിരീക്ഷിക്കണം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു വലിയ സ്പില്ലേജ് ആണെങ്കിൽ കൂടി എന്താണ് എത്രയും പെട്ടെന്ന് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് കെയർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ധരിച്ചിട്ട് ആരെങ്കിലും ഈ ഒരു പ്ലേസിൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയാൻ വേണ്ടിയിട്ട് നിയുക്തമായിട്ടുള്ള പേഴ്സൺ അവിടെ അവൈലബിൾ ആവണം. ദെൻ അദ്ദേഹം എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ പെടാം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്തൊക്കെയായിരിക്കും അദ്ദേഹം ധരിക്കേണ്ടി വരുന്നത്? ഗ്ലൗസ് ധരിക്കുന്നു, തന്നെ ഗൂഗിൾസ് എന്ന് പറയുമ്പോൾ അല്ലെ നമ്മുടെ കണ്ണിലൊന്നും അതിന്റെ കണങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി മാസ്കുകൾ ധരിക്കുന്നു, ഗൂഗിൾസ് കണ്ണടകൾ ധരിക്കുന്നു, റെസ്പിറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ മാസ്കുകൾ ധരിക്കുന്നു അല്ലെ. അതിനനുസരിച്ചിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്ഷൻ കിട്ടുന്ന എല്ലാം തന്നെ ഐഷീൽഡ്. ഓക്കെ, അതെല്ലാം ധരിച്ചതിന് ശേഷം മാത്രമാണ് ആ വ്യക്തി അത് നിരീക്ഷിക്കാനൊക്കെ ആയിട്ട് പോകുകയുള്ളൂ അല്ലെ. then എന്താ പറയുന്നത്, അവിടെ പ്രധാനമായിട്ടും അദ്ദേഹം അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ആ കെമിക്കൽ ആയിട്ടുള്ള കണക്ഷൻ അല്ലെ. ഒരു നിശ്ചിത ഗ്യാപ്പോട് കൂടിയിട്ടായിരിക്കണം ഇതൊക്കെ നിരീക്ഷിക്കേണ്ടത്. ഒരിക്കലും അതുമായിട്ട് ടച്ച് ചെയ്യാനോ അല്ലെ കോണ്ടാക്ട് ചെയ്യാനോ പാടില്ല. അത് മാത്രമല്ല പ്രധാനമായിട്ട് നമുക്കറിയാം അത് ഒരിക്കലും നേരിട്ട് ശ്വസിക്കാനും പാടില്ല അല്ലെ. എന്തെങ്കിലും ശ്വാസതടസ്സം പോലെയുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ശ്വസന കാര്യങ്ങളൊക്കെ അവിടെ അല്ലെ അതില് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം അദ്ദേഹം അവിടേക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ, നിരീക്ഷിക്കാനൊക്കെ വിലയിരുത്താനൊക്കെ ആയിട്ട് പാടുള്ളൂ എന്നുള്ളത്. വീണ്ടും കണ്ടെയ്ൻ ദ സ്പില്ല്. നമ്മളെല്ലാത്തിലും നേരത്തെയൊക്കെ പറഞ്ഞു അല്ലെ, ഒരു സ്പ്രെഡ് ചെയ്യാതെ ചോർച്ച നിയന്ത്രിച്ചു പോണം അല്ലെ. ഇൻ കേസ് ചെറുതാണെങ്കിൽ കൂടി അത് എല്ലാവർക്കും വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മുൻകരുതൽ എടുക്കണമോ അല്ലെ അത് ആദ്യം തന്നെ ശ്രദ്ധിക്കണം. എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിരീക്ഷിക്കുന്നതോടൊപ്പം തന്നെ മറ്റു ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇൻ കേസ് ഒരു ചെറിയൊരു സ്പില്ലേജ് ആണ് സംഭവിച്ചിരിക്കണമെങ്കിൽ, ചെറിയ രീതിയിലുള്ള ഒരു കെമിക്കൽ സ്പില്ലേജ് ആണ് സംഭവിച്ചിരിക്കണമെങ്കിൽ നമുക്കറിയാം ഇത്തരത്തിലുള്ള പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ധരിച്ചിട്ട് അദ്ദേഹം അത് അല്ലെ ടച്ച് ചെയ്യാതെയും ശ്വസിക്കാതെയും തന്നെ പ്രിവെൻഷൻ എടുത്തിട്ട് തന്നെ അവിടെ ക്ലീനിങ് കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടാം അല്ലെ. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം അപ്പോ എന്താണ് യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽസ്, അത് വലിച്ചെടുക്കാനുള്ള അബ്സോർബന്റ് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നു. then such absorbent pads to contain the spill and prevent it from spreading. അപ്പൊ നമുക്കറിയാം ആ ഒരു കെമിക്കല് വലിച്ചെടുക്കുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് മറ്റു ഭാഗത്തേക്കൊന്നും സ്പ്രെഡ് ചെയ്ത് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അത്തരം കാര്യങ്ങളെല്ലാം അല്ലെ അവിടെയുള്ള ക്ലീനിങ് പർപ്പസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. advise the materials in a labeled dangerous waste bag of the container for discarding. അതായത് നമുക്കറിയാം ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ അത് തീർച്ചയായിട്ടും എവിടെയായിരിക്കും നിക്ഷേപിക്കേണ്ടി വരിക? എന്തെങ്കിലും ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിലായിരിക്കും അല്ലെ. എന്തായിരിക്കും അവിടെ വേസ്റ്റ് ബിന്നിൽ ലേബൽ ചെയ്യുക? ബയോ അങ്ങനെ എന്തായിരിക്കും? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അത് എപ്പോഴും എടുത്ത് പറയുന്നത് ഹസാർഡ് വേസ്റ്റ് അല്ലെ, അപകടകരമായിട്ടുള്ള വേസ്റ്റ് ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിലായിരിക്കും. അല്ലെങ്കിൽ ഡേഞ്ചറസ് വേസ്റ്റ് അല്ലെ, ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് ലേബലിന്റെ ഡേഞ്ചറസ് വേസ്റ്റ് ബാഗ് അല്ലെങ്കിൽ ഹസാർഡ് വേസ്റ്റ് ബാഗ്. അപകടകരമായിട്ടുള്ള ഒരു കണ്ടെയ്നർന്ന് പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുള്ള വേസ്റ്റ് ബിന്നിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ്. ബയോ ഹസാർഡ്സ് ഒരിക്കലും വരില്ല, കാരണം അതൊരു ജൈവ മാലിന്യമല്ല അല്ലെ, അപകടകരമായിട്ടുള്ള ഒരു മാലിന്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഡേഞ്ചറസ് വേസ്റ്റ് ബാഗ് അല്ലെങ്കിൽ ഹസാർഡ്സ് വേസ്റ്റ് ബാഗ് എന്നുള്ള ലേബലിൽ തന്നെ ആയിരിക്കണം, ആ കണ്ടെയ്നറിൽ തന്നെ ആയിരിക്കണം അത് നിക്ഷേപിക്കേണ്ടത്. ഓക്കെ, അത് നോട്ട് ചെയ്യാം. ആ പോയിന്റ് നോട്ട് ചെയ്ത് പോവാം. കെമിക്കൽ വേസ്റ്റുകൾ അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം നിക്ഷേപിക്കേണ്ടത് ഡേഞ്ചറസ് വേസ്റ്റ് ബാഗ് ബിന്ന് അല്ലെങ്കിൽ ഹസാർഡ് വേസ്റ്റ് ബാഗ് ബിന്നിലായിരിക്കണം നിക്ഷേപിക്കേണ്ടത്. ഓക്കെ, നമുക്കറിയാം അപകടകരമായ വേസ്റ്റ് ബിൻ അല്ലെ, അപകടകരമായിട്ടുള്ള സാധനങ്ങളെ കളക്ട് ചെയ്യുന്ന ബിന്നാണ്. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും അതിലുള്ള വസ്തുക്കളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കുക, ക്ലീൻ അപ്പ് ദ സ്പില്ല്. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ആ പ്ലേസ് അല്ലെ, ചെറിയ ഒരു ലീക്കേജ് ഒക്കെ ആണെങ്കിലാണ് എങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം വലിയൊരു ലീക്കേജ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം എന്താണ് ഫയർഫോഴ്സ് പോലെയുള്ള അല്ലെ പുറത്തു നിന്നുള്ള വ്യക്തി അതിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് മാത്രമേ അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ.
അപ്പൊ നമുക്ക് ചെറിയൊരു വേസ്റ്റ് ബിൻ കാര്യങ്ങളാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലീൻ അപ്പ് ദ സ്പില്ലാണ്. എന്താണ് ക്ലീൻ അപ്പ് ദ സ്പില്ലിൽ പറയുന്നത്? യൂസ് suitable spill kits or sticky to the manufacturer's directive for the exact use of absorbent materials to clean up the spill. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത മാതിരി എന്താണ് മാനുഫാക്ചേഴ്സ് പറയുന്നത് അല്ലെ, കൃത്യമായിട്ട് തന്നെ സ്പിൽ കിറ്റ് ഉപയോഗിച്ചിട്ട് അവിടെ ക്ലീൻ ചെയ്യാം. ആ സ്പിൽ കിറ്റിൽ നമുക്കറിയാം അവിടെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ക്ലീൻ അപ്പ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം അത് ഉൾക്കൊള്ളും. അതിലെ മാനുഫാക്ചേഴ്സ് അതിന്റെ നിർമ്മാതാക്കൾ എന്താണോ ഡയറക്ഷൻ പറഞ്ഞിരിക്കുന്നത് ആ ഡയറക്ഷൻ ഉപയോഗിച്ചിട്ട് അബ്സോർബന്റ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള സമയമൊക്കെ അവിടെ അലോട്ട് ചെയ്ത് ആ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ അപ്പ് വർക്ക്സ് നടത്തുക. Then be cautious not to spread the chemical at the time of cleaning up. ഇവിടെയും എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെ സ്പ്രെഡ് ചെയ്യലേ ഒരു ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടപ്പാക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഒരിക്കലും സ്പ്രെഡ് ചെയ്തു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. എന്റെ പേരിലേ അങ്ങനെ ഒരു ഉറപ്പ് കേന്ദ്രീകരിക്കണം അല്ലെ. എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ അലക്ഷ്യമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത മറ്റു ഭാഗത്തേക്കൊക്കെ വ്യാപിക്കാനുള്ളത് കൊണ്ട് തന്നെ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യുമ്പോൾ എന്താണ് കോഷ്യസ് ആയിട്ട് അല്ലെ മറ്റു ഭാഗത്തേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. ഓക്കെ, നമ്മൾ കണ്ടായിരുന്നു അല്ലെ, സാധാരണ രീതിയിൽ ഫ്ലോറിലും മറ്റും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ക്ലീൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതല്ല എങ്കിൽ അല്ലെ, അത് മാത്രമല്ല ചെറിയ ചെറിയ ഏതെങ്കിലും പ്രതലത്തിൽ ഇൻ കേസ് ഒരു പേപ്പറിലോ തുണിയിലോ ഒക്കെയാണ് ഇതിന്റെ ഒരു കെമിക്കൽ കണ്ടന്റ് സംഭവിച്ചിരിക്കുന്നതെങ്കിലും നമുക്കറിയാം ആ മെറ്റീരിയൽസ് അപ്പാടെ തന്നെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും അല്ലെ. അതും നമുക്ക് മറ്റ് എല്ലാ വേസ്റ്റ് ബിന്നിലൊന്നും നിക്ഷേപിക്കാനായിട്ട് പാടില്ല. കറക്റ്റ് ആയിട്ടുള്ള വേസ്റ്റ് ബിന്നിൽ തന്നെ നിക്ഷേപിക്കണം അല്ലെ. All materials that are coming into contact with the chemical should be thrown away as dangerous waste into labeled bags or containers. എവിടെയായിരിക്കണം അത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഒക്കെ നിക്ഷേപിക്കേണ്ടി വരുന്നത്? ഏത് കണ്ടെയ്നറിലായിരിക്കും? ഹസാർഡ് വേസ്റ്റ് ബിൻ അല്ലെ, ഡേഞ്ചറസ് വേസ്റ്റ് ബിൻ അല്ലെങ്കിൽ ഹസാർഡ് വേസ്റ്റ് ബിന്നിൽ തന്നെയായിരിക്കും നിക്ഷേപിക്കേണ്ടത്. അവിടെ ക്ലീനിങ് കാര്യങ്ങൾക്ക് ഉപയോഗിച്ച മെറ്റീരിയൽസ് നമ്മൾ ഹസാർഡ് വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കണം എന്ന് പറഞ്ഞാൽ മാത്രമേ തന്നെ ഏതെങ്കിലും രീതിയിൽ ചെറിയ ലീക്ക് ഔട്ടുകളൊക്കെ മറ്റു പേപ്പറിലോ അല്ലെങ്കിൽ തുണികളിലോ മറ്റെവിടെയെങ്കിലും ഈ കെമിക്കൽ കണ്ടന്റ് വീണ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരം വസ്തുക്കൾ ഉപേക്ഷിക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഉപേക്ഷിക്കേണ്ടതാണ്. അത് എവിടെയാണ് ഉപേക്ഷിക്കേണ്ടത്? ഡേഞ്ചറസ് വേസ്റ്റ് ബിന്നിൽ അല്ലെങ്കിൽ എന്താണ് ഹസാർഡ് വേസ്റ്റ് ബിൻ എന്നുള്ള ഇതിൽ തന്നെയായിരിക്കാം നിക്ഷേപിക്കേണ്ടത്. ഓക്കെ, വീണ്ടും adhere to local, state and federal regulations for the hospitals of dangerous waste. നമുക്കറിയാം ഈ ഡേഞ്ചറസ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഒരു സുപ്രഭാതത്തില് വേണമെങ്കിൽ ഹോസ്പിറ്റലുകാരെയൊക്കെ കൂടി തീയിട്ട് അവർ നശിപ്പിച്ച് കളയാനൊന്നും പാടില്ല അല്ലെ. കാരണം അതിൽ കെമിക്കൽ കണ്ടന്റ് ഒക്കെയാണ്, ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളാണ്. ഡേഞ്ചറസ് വേസ്റ്റുകളൊക്കെ നശിപ്പിച്ച് കളയണമെങ്കിൽ ചില പെർമിഷനുകളൊക്കെ വേണം. എന്റെ പേരിലേ ഹോസ്പിറ്റലുകാർക്ക് സ്വന്തമായിട്ട് അത് നശിപ്പിച്ച് കളയാൻ പറ്റുമോ? പറ്റില്ല. കാരണം പ്രകൃതിയൊക്കെ മലിനപ്പെടുത്താനായിട്ട് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവിടെയുള്ള പീപ്പിൾസിൽ അല്ലെ ജനസമൂഹത്തിനൊക്കെ പ്രോബ്ലംസ് സൃഷ്ടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ എന്താണ് അത്തരത്തിലുള്ള കെമിക്കൽ കണ്ടന്റ്സ് അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളെല്ലാം കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പറയാണ് ലോക്കൽ അല്ലെ, എവിടെ ഒരു മുനിസിപ്പാലിറ്റി എവിടെയാണോ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്, മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും അല്ലെ ഡിസ്ട്രിക്ട് പഞ്ചായത്തിലോ അങ്ങനെ ഏതെങ്കിലും ഇതിന്റെ കീഴിലായിരിക്കും, ഏതെങ്കിലും പ്ലേസിലായിരിക്കും. അപ്പൊ അവരുടെ നിയമങ്ങൾ പാലിക്കണം. പിന്നെ സ്റ്റേറ്റിന്റെ സംസ്ഥാനത്തിന്റെ ഒക്കെ അതാത് സംസ്ഥാനത്തിന്റെ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ടാവാം. അതേമാതിരി തന്നെ ഫെഡറൽ റെഗുലേഷൻസ് അല്ലെ, ഫെഡറൽ ആയിട്ടുള്ള എല്ലാ നിയമവശങ്ങൾക്കും അനുസൃതമായിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് വേസ്റ്റുകളെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുള്ളത്. അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. വേസ്റ്റുകൾ ആരുടെയൊക്കെ നിയമങ്ങളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്താണ് കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, ഇവിടെ ലാസ്റ്റ് പോയിന്റ് നമ്മൾ എല്ലാത്തിലും പറയുന്ന മാതിരി എന്തായിരിക്കും ലാസ്റ്റ് പോയിന്റ്? ഇതിൽ നോക്കാതെ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തായിരിക്കും? ഒരു തെളിവെന്ന നിലയ്ക്ക് റിപ്പോർട്ട് ചെയ്യണം അല്ലെ. നമുക്കറിയാം എപ്പോഴെങ്കിലും ഇനി എൻകൻസ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്കൊരു എവിഡൻസ് വേണം അല്ലെ.
അതുകൊണ്ട് തന്നെ അത് റിപ്പോർട്ട് ചെയ്യണം. ഒരു രേഖാപത്രം സൂക്ഷിച്ചു വെക്കാനായിട്ട് ശോഷകള് റിപ്പോർട്ട് തയ്യാറാക്കണം. Wills should be reported to the concerned staff for documentation and investigation. അതായത് നമുക്കറിയാം അല്ലെ ചോർച്ചയെ കുറിച്ചിട്ട് രേഖപ്പെടുത്താനായിട്ട് ആരെയാണോ നിയോഗിച്ചിരിക്കുന്നത് ആ വ്യക്തി അതിനനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നിരീക്ഷണ കാര്യങ്ങളൊക്കെ നടത്തി പേപ്പർ വർക്കുകളൊക്കെ ചെയ്തു തീർക്കണം എന്നുള്ളത്. ഓക്കെ, അതാണ് കെമിക്കൽസ് വില്ലേജ് വേസ്റ്റിൽ പറയാനുള്ളത്. ഞാൻ അതിന്റെ തന്നെ ഒരു ഫ്ലോ ചാർട്ട് കൂടി തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഫ്ലോ ചാർട്ടില് ഇങ്ങനെ തന്നെയാണോ കിടക്കുന്നത്? അല്ല. ഓക്കെ, ആണെന്നുമുണ്ട് അല്ലാന്നുമുണ്ട്. ആ പോയിന്റ്സുകളെല്ലാം കറക്റ്റ് ആണോ എന്നുള്ളതാണ്. ഇന്നത് കിടക്കുന്ന മാതിരി തന്നെയാണോ ആദർ ഇമ്മീഡിയറ്റ് കംപ്രസിംഗ്? അല്ലാലോ, കാരണം ഈ പോയിന്റ് അല്ല ഫസ്റ്റ് വരേണ്ടത്. നോന്നുമുണ്ട്, മാറ്റമുണ്ട് അല്ലെ, മാറ്റമുണ്ട്. തന്നെ ഈ ഫസ്റ്റ് പോയിന്റ് ഇവിടെയാണ് വരേണ്ടത്. നേച്ചർ ആണെങ്കിൽ അതർ ഇമ്മീഡിയറ്റ് കംപ്രസിംഗ് ഓഫ് സേഫ്റ്റി ഓഫീസർ ഇങ്ങനെയാണ് വരേണ്ടത്. നോട്ടിഫൈ അതേഴ്സ് മൈനർ ആണെങ്കിലാണ് നോട്ടിഫൈനെ അറിയിക്കുന്നത്. മാറ്റമില്ലേ? അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അല്ലെ, ചെറിയ അങ്ങോട്ടേക്കുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് നമ്മള് കണ്ടു ഓക്കെ, ഞാൻ പറഞ്ഞു പോവാം. നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ നോക്കി പോവാം. നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണല്ലോ ഇതിലേക്ക് താഴേക്ക് വിവരിക്കുന്നത്. കേസ് മൈനർ ആണോ മേജർ ആണോ എന്ന് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. ഒരു സ്പില്ലേജ് കെമിക്കൽ സ്പില്ലേജ് ആണ് സംഭവിക്കണമെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും കെമിക്കൽ സ്പില്ലേജ് ആണോ അത് മേജർ ആണോ എന്ന് ആദ്യം തന്നെ നിരീക്ഷിച്ചറിയാം അല്ലെ. മൈനർ ആണെങ്കിൽ നമുക്കറിയാം വലിയ കുഴപ്പമില്ലാതെ എന്നാലും സീരിയസ് ആയിട്ടുള്ള ആക്ഷൻ എടുത്ത് തന്നെ അത് കൈകാര്യം ചെയ്ത് തീർക്കാം. മേജർ ആണെങ്കിൽ നമുക്കറിയാം എന്താണ് അത് നമ്മളെ കൊണ്ട് അല്ലെ ഹോസ്പിറ്റലിൽ ഉള്ളവരെ കൊണ്ട് തന്നെ പറ്റിയെന്ന് വരില്ല. വലിയൊരു സ്പ്രെഡിങ് സംഭവിച്ചിരിക്കുന്നു, എത്രയും പെട്ടെന്ന് അറിയിക്കണം സേഫ്റ്റി ഓഫീസേഴ്സിനെ അല്ലെ, അവിടെ സുരക്ഷിതമായിട്ടുള്ള ഓഫീസേഴ്സിനെ നമുക്കറിയാം ഫയർഫോഴ്സിനൊക്കെ അറിയിച്ച് അത് നമുക്ക് തടഞ്ഞു നിർത്താനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ മൈനർ ആണെങ്കിൽ നോട്ടിഫൈ അതേഴ്സ് അല്ലെ, വളരെ ചെറുതാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് നോട്ടിഫൈ അതേഴ്സ് മറ്റുള്ളവരെ അറിയിക്കുക. ഇങ്ങനെ ഒരു കെമിക്കൽ സ്പില്ലേജ് സംഭവിച്ചിട്ടുണ്ട്, ആരും ഇങ്ങോട്ടേക്ക് വരരുതെന്ന രീതിയിലേക്ക് അല്ലെ അവിടെ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുക. ദെൻ ഐസൊലേറ്റ് ഏരിയ അല്ലെ, ആ ഏരിയ ആരും കയറാത്ത രീതിയിൽ ഐസൊലേറ്റ് ചെയ്യാം അല്ലെ. ഐസൊലേറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, കൊറോണയുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്കറിയാവുന്നത് കൊണ്ട് ഐസൊലേറ്റ് ഏരിയ എന്നുള്ളത് എന്താണെന്ന് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവും. അതായത് ആ ഏരിയയിലേക്ക് ആരും പ്രവേശിക്കാത്ത തരത്തിൽ കൈകാര്യം ചെയ്ത് വെക്കുക. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിച്ചിട്ടായിരിക്കണം. പിന്നെ ആരെങ്കിലും നിരീക്ഷണ കാര്യങ്ങൾക്കൊക്കെ അവിടേക്ക് പ്രവേശിക്കാനായിട്ട്. Control the spill of liquid by containing spill, use acid or alkali and place absorbent pads. അതായത് നമുക്കറിയാം അവിടെ സ്പില്ല് അല്ലെ അത് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് എന്താണ് ആൽക്കലിയോ ആസിഡൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെ അവിടെ അബ്സോർബന്റ് പാഡ് ഉപയോഗിച്ചിട്ട് ചെറുതായിരിക്കും കേട്ടോ. അതെ അതെ അല്ലെ, ഇഫ് മൈനർ ആണെങ്കിലാണ് ഞാനിപ്പോ പറഞ്ഞു പോകുന്നത്. മൈനർ ആണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് നോട്ടിഫൈ അതേഴ്സ് ആണ്. ഇപ്പൊ മൈനർ ആണെങ്കിൽ ചെറുതാണ്, ചെറിയൊരു സ്പില്ലേജ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോ ഫസ്റ്റ് വരുന്നത് എന്താണ് നോട്ടിഫൈ അതേഴ്സ്, മറ്റുള്ളവരെ അറിയിക്കുക എന്നതാണ് ആദ്യത്തെ പോയിന്റ്. ദെൻ ഐസൊലേറ്റ് ഏരിയ, അതായത് മറ്റുള്ളവരെ അറിയിച്ചിട്ട് ആരും ആ ഭാഗത്തേക്ക് കടന്നു വരാതിരിക്കാനായിട്ട് അല്ലെ അത് തിരിച്ചിടുക. ദെൻ എന്താണ് നമുക്കറിയാം ഒരു ഉൾപ്പെടൊക്കെ കിട്ടിയിട്ടൊക്കെ ആയിരിക്കും മാർക്ക് ചെയ്തിട്ടുണ്ട്, കാരണം അവിടേക്ക് ആരും ബ്ലോക്ക് ചെയ്യും അല്ലെ, മറ്റുള്ളവരുടെ പ്രവേശനം തടയുകയാണ്. എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ അത് നിരീക്ഷണ കാര്യങ്ങൾക്കൊക്കെ വിധേയമാകുന്ന വ്യക്തി അല്ലെങ്കിൽ അത് ആ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നവര് എന്താണ് അവർക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഒക്കെ ധരിക്കുക
നമുക്ക് അറിയാവുന്നതാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിന്റെ പലതും ഉണ്ട് അല്ലെ. ഗ്ലൗസ്, ഗോഗിൾസ്, റെസ്പിറേറ്ററി ആയിട്ടുള്ള മാസ്കുകള്, ഫേസ് ഷീൽഡ് അല്ലെ, എല്ലാം ധരിച്ചിട്ടായിരിക്കും അവര് അവിടേക്ക് പ്രവേശിക്കുന്നത്. The next step, control spill of liquid by containing spill use acid or alkali and place absorbent pads. അതായത് ആ കെമിക്കല് അത് വലിച്ചെടുത്ത് അല്ലെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അബ്സോർബന്റ് പാഡ്സ്, ആഗിരണം ചെയ്യാൻ പറ്റുന്ന പാഡ്സുകൾ ഉപയോഗിച്ചിട്ട് എന്താണ് ആസിഡും ആൽക്കലിയൊക്കെ ഉപയോഗിച്ചിട്ട് അവിടുത്തെ ആ കെമിക്കൽ കണ്ടന്റിനെ നശിപ്പിച്ച് കളയാനായിട്ട് ശ്രമിക്കുക. then എന്താണ് ഡിസ്കാർഡ് അക്കോർഡിംഗ് ടു റൂൾസ്. അതായത് നമുക്കറിയാം ഈ ഉപയോഗിക്കുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ എന്താണ് അത് അവിടെ ഇവിടെ ഒന്നും വേസ്റ്റില് ഡിസ്പോസ് ചെയ്യാനൊന്നും പാടില്ല. കൃത്യമായിട്ട് തന്നെ ഹസാർഡ് വേസ്റ്റ് ബിന്നില് തന്നെ നിക്ഷേപിക്കണം. ഡീകണ്ടാമിനേറ്റ് ആൻഡ് ക്ലീൻ ഏരിയ അല്ലെ, അവിടെ എന്താണ് നാശീകരണം നടത്തിയതിനു ശേഷം ക്ലീൻ ചെയ്യണം. റേസ് ഇൻസിഡന്റ് ഫോംസ്, അതായത് ഈ ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഫോമുകളൊക്കെ തയ്യാറാക്കി നമ്മൾ അവസാനം പറഞ്ഞ വളരെ റിപ്പോർട്ട് തയ്യാറാക്കണം അല്ലെ. ഫോമുകളൊക്കെ തയ്യാറാക്കി അതിൽ ക്ലിയർ ആയിട്ട് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തതിന് ഉറപ്പുവരുത്തുക. ഓക്കെ ആണോ? മൈനർ ആയിട്ടുള്ള കെമിക്കൽസ് വില്ലേജ് ഓക്കെ ആണോ? മേച്ചർ അല്ലെ, മേച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഇച്ചിരിയും കൂടിയും കൂടുതൽ അല്ലെ, ഇച്ചിരി കൂടി ഡേഞ്ചറസ് കൂടുതലാണ്. അപ്പൊ അപകടാവസ്ഥ കൂടുതലായതുകൊണ്ട് തന്നെ അത് അല്ലെ അത് ഇമ്മീഡിയറ്റ്ലി കംപ്രസിംഗ് ഓഫ് സേഫ്റ്റി ഓഫീസർ, എത്രയും പെട്ടെന്ന് സേഫ്റ്റി ഓഫീസറിന്റെ സേവനം ലഭ്യമാക്കേണ്ടതുണ്ട്. അപ്പൊ ആദ്യം തന്നെ അവരെ അറിയിക്കേണ്ടതായിട്ട് വരും. എവിക്ട് ഏരിയ നമുക്കറിയാം എത്രയും പെട്ടെന്ന് അവിടെ തന്നെ അവർ ഒഴിവായി പോകണം. പ്രിവെന്റ് അതർ ഫ്രം എൻറ്ററിങ് ദ ഏരിയ, അത് മാത്രമല്ല ഒഴിവായി പോയാലും ആരും ഇങ്ങോട്ട് കിടക്കരുത് എന്നുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് അല്ലെ, നമുക്കറിയാം ആരെങ്കിലും അല്ലെ സെക്യൂരിറ്റിയൊക്കെ അവിടേക്ക് ആരും പ്രവേശിക്കാത്ത തരത്തിലുള്ള പ്രിപ്പറേഷൻസ് എടുക്കും. Then watch for fire it flame apart chemicals and manage properly. നമുക്കറിയാം എന്തെങ്കിലും പൊട്ടിത്തെറികളോ തീപിടുത്തമോ ഉണ്ടാവോ എന്ന് നിരീക്ഷിക്കുകയും എന്തെങ്കിലും അല്ലെ കെമിക്കൽ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇൻ കേസ് അതിങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ അതിനുള്ള മാനേജ് ചെയ്യണം അല്ലെ, പ്രോപ്പർ ആയിട്ട് തന്നെ അത് മാനേജ് ചെയ്യണം. അവിടെ കൊണ്ട് ഹോസ്പിറ്റലുകാരെ കൊണ്ട് പറ്റാവുന്ന തരത്തിലുള്ള പ്രിവെൻഷൻ അവര് എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. കേസ് അത് പൊട്ടിത്തെറിക്ക് മുമ്പ് തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലല്ലേ, ചിലപ്പോൾ മണച്ചാക്കുകളൊക്കെ പോണത് അല്ലെങ്കിൽ വെള്ളമൊക്കെ ഫോഴ്സ് ചെയ്ത് നിർത്തണം അല്ലെ, എന്തെങ്കിലും അപകടം സംഭവിക്കുന്നതിന് മുൻകരുതലായിട്ട്. നമുക്കറിയാം എത്രയും പെട്ടെന്ന് അറിയിക്കുന്നതനുസരിച്ചിട്ട് ഫയർഫോഴ്സ് വന്ന് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അത് അവസാനിപ്പിക്കും. പക്ഷെ അതുവരേക്കും നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ടതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ ആണോ? അപ്പൊ നമ്മള് കെമിക്കൽസ് വില്ലേജ് ആണ് നോക്കിയത്. എവിടെയെങ്കിലും നമുക്ക് ഡൗട്ടുകളുണ്ടോ? ജസ്റ്റ് ഒന്ന് നോക്കാം, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ മൈനർ ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും ഇൻ കേസ് അല്ലെങ്കിൽ കെമിക്കൽസ് വില്ലേജ് വേസ്റ്റില് ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത് അല്ലെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും കെമിക്കൽസ് വില്ലേജ് വേസ്റ്റില്? മൈനർ ആണോ മേജർ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നതാണ് അല്ലെ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും ഇൻ കേസ് അല്ലെ. വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ നിങ്ങൾ പറഞ്ഞണം ഒരു എസ്സേ ക്വസ്റ്റ്യനോ ഒരു ഷോർട്ട് ആൻസർ ഒന്നും അല്ല അല്ലെ, ഒരു 1 പേജ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ചോദിക്കുക. കേസ് അതേമാതിരി തന്നെ അല്ലെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും അല്ലെ, ഒരു നമുക്കറിയാം ഡോക്യുമെന്റേഷൻ പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ ആയിരിക്കും ലാസ്റ്റ് സ്റ്റെപ്പ്. അതേമാതിരി തന്നെ ആസിഡും ആൽക്കലിയൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും അത്തരത്തിലുള്ള അബ്സോർബന്റ് പാഡുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും അണുവിമുക്തമാക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കുമല്ലോ വരുന്നത് അല്ലെ. ഇതില് കെമിക്കൽസ് വില്ലേജ് ആയതുകൊണ്ട് പിന്നെ അതിന്റെ ആ വേസ്റ്റുകൾ എവിടെയാണ് നിക്ഷേപിക്കേണ്ടതായിട്ട് വരുന്നത്,
നമുക്കറിയാം. അപ്പൊ ഓപ്ഷനിൽ ഹസാർഡ് വേസ്റ്റ് ബിൻ ഉണ്ടാവും, ബയോ ഹസാർഡ് വേസ്റ്റ് ബിൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഡേഞ്ചറസ് വേസ്റ്റ് ബിൻ ഉണ്ടാവും. രണ്ടും ഒരേ മീനിങ് തന്നെയാണ് അല്ലെ. ഡേഞ്ചറസ് വേസ്റ്റ് ആണെങ്കിലും ഹസാർഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാലും അപകടകരമായിട്ടുള്ള വേസ്റ്റ് ബിന്നില് അല്ലെ, അങ്ങനെ ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്ന് തന്നെയാണ്. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയൊക്കെ അല്ലെ, അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. അല്ലെ, കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടില്ലേ, ബയോ ഹസാർഡ് വേസ്റ്റ് ബിൻ തന്നെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് അല്ലെ. ഡിസ്പോസ് കെമിക്കൽസിന്റെ ഇതിലും കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, ബയോ ഹസാർഡ് വേസ്റ്റ് ബിൻ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ജൈവ മാലിന്യമാണ്, അതുകൊണ്ട് അത്തരത്തിലുള്ള വേസ്റ്റ് ബിൻ എഴുതുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ടുകള്? നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് അല്ലേ, എല്ലാവരും വായിച്ചു കഴിഞ്ഞില്ലേ? ഓക്കെ, അടുത്തത് നോക്കാം. റേഡിയോ ആക്റ്റീവ്സ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. അതാണ് റേഡിയോ ആക്റ്റീവ്സ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. അതില് നമുക്കറിയാം അതും ഒരു അപകടകരമായിട്ടുള്ള ഒരു വേസ്റ്റ് തന്നെയാണ് അല്ലെ. റേഡിയോ ആക്റ്റീവ്സ് വില്ലേജ് ക്യാൻ ബി റേഡിയോ ആക്റ്റീവ്സ് വില്ലേജ് വേസ്റ്റ് എങ്ങനെയാ ഉണ്ടാവാൻ സാധ്യത? ഞാൻ നേരത്തെ എടുത്തപ്പോ തന്നെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. റേഡിയോ ആക്റ്റീവ്സ് വില്ലേജ് വേസ്റ്റ്, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള കിരണങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത എപ്പോഴായിരിക്കും? റേഡിയേഷൻ എന്തിന്, ഏത് രോഗത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്ക് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള അസുഖങ്ങൾക്കൊക്കെ റേഡിയേഷൻ അല്ലെ, ഇത് ആ കലകളെയൊക്കെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് റേഡിയേഷനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ്, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള വില്ലേജ് വേസ്റ്റുകൾ സംഭവിക്കുന്നതും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെയായിരിക്കും ചെറിയ രീതിയിലുള്ള ലീക്ക് ഔട്ടുകളൊക്കെ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം അത്രത്തോളം കെയർ ചെയ്യാമോ അത്രത്തോളം കെയർ ചെയ്തിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. എങ്കിൽ കൂടി അല്ലെ, ഒരു നമ്മുടെ 100-ൽ-1 എന്നൊക്കെ പറഞ്ഞ മാതിരി ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും ഒരു സ്പില്ലേജ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അത് നമുക്കറിയാം. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അല്ലെ. നമുക്കറിയാം ആൽഫ ബീറ്റ കണങ്ങൾ അല്ലെ, അതൊക്കെ ശരീരത്തിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് ഹെൽത്തിനെ തന്നെ വളരെയധികം അല്ലെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല അന്തരീക്ഷത്തിലാണെങ്കിലും അത് വളരെയധികം പൊല്യൂഷൻസ് ഒക്കെ സംഭവിക്കാൻ ഇടം വരുത്താനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. റേഡിയോ ആക്റ്റീവ് വില്ലേജ് ക്യാൻ ബി ഡേഞ്ചറസ് ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ദ എൻവയോൺമെന്റ്. Steps to be taken for managing radioactive village waste അല്ലെ. അവിടെ ഹ്യൂമന്റെ ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ് റേഡിയോ ആക്റ്റീവ് വില്ലേജ് വേസ്റ്റിന്റെ കാര്യത്തിൽ എടുത്ത് പറയുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എവാക്യുവേറ്റ് ദ ഏരിയ. ഡേഞ്ചറസ് ആയതുകൊണ്ട് തന്നെ ആ ഏരിയയിൽ നിന്ന് എല്ലാവരും തന്നെ ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഇഫ് ദ സ്പിൽ ഈസ് നോട്ടബിൾ, എവാക്യുവേറ്റ് ദ ഏരിയ ആൻഡ് കോൾ എമർജൻസി സർവീസസ്. ഓക്കെ, റേഡിയേഷൻ ഒക്കെ വരുമ്പോൾ അത് കുറച്ച് സ്പ്രെഡ് കൂടുതലൊക്കെ ആവുമ്പോൾ എന്തായാലും എമർജൻസി സർവീസിന് വേണ്ടിയിട്ട് ഇൻഫോം ചെയ്യേണ്ടതായിട്ട് വരുന്നു. Then, where protective equipment, person should be use active personal protective equipment such as gloves, goggles, and respirators before going to the spill to avoid a connection with the radioactive materials and prevent it. നമ്മൾ എല്ലാത്തിലും പറയുന്ന മാതിരി അല്ലെ, അവിടെ നിന്ന് നിരീക്ഷിക്കാനോ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെറിയൊരു സ്പില്ലേജ് ഒക്കെയാണ് സംഭവിക്കണമെങ്കിൽ അത് കൈകാര്യം ചെയ്യാനായിട്ട് അല്ലെ ആക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ, അത് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ, അദ്ദേഹം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഒക്കെ ധരിച്ചിട്ടാണ് അവിടേക്ക് പ്രവേശിക്കാനായിട്ട് പാടുള്ളൂ. അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എന്തൊക്കെ പെടാം? അമ്മയില് എപ്പോഴും അറിയാവുന്നതാണ്, അതൊന്നും മറന്നു പോകരുത് കേട്ടോ. അതിന്റെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിന്റെ എന്താണ് അബ്രിവിയേഷനും അതിന്റെ എക്സ്പാൻഡഡ് ഫോമും അതിലെന്തൊക്കെ പെടാം എന്നുള്ള കാര്യമൊക്കെ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഞാൻ എന്താ പറയുന്നത്, അത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ആ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്ന് പ്രിവെൻഷന് വേണ്ടിയിട്ട് അല്ലെ, ഒരു മുൻകരുതലായിട്ടാണ് ഇത്തരത്തിലുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിക്കുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കണ്ടെയ്ൻ ദ സ്പിൽ, അതായത് ചോർച്ച തടയുക അല്ലെ.
use absorbent material like sand or absorbent bags to contain the spill and prevent it from spreading. അതായത് നമുക്കറിയാം കെമിക്കൽസ് ഒന്നും സ്പ്രെഡ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് അവിടെ അല്ലെ സാൻഡൊക്കെ ഉപയോഗിക്കുന്ന വെച്ചാൽ എന്താണ് മണലൊക്കെ ഉപയോഗിച്ച് അതിനെ അല്ലെ തടഞ്ഞു നിർത്തുക, മറ്റുള്ളവർക്ക് ഒന്നും സ്പ്രെഡ് ചെയ്ത് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അബ്സോർബന്റ് പാഡ് ഉപയോഗിച്ചിട്ട് അത് വലിച്ചെടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. pack the material in a labeled radioactive waste bag and disposal. അവിടെ തരംതിരിക്കുക. pack the material in a label. എവിടേക്കാണ് അത് തരംതിരിച്ചിരിക്കേണ്ടത്? ഏത് വേസ്റ്റ് ബിന്നിലാണ് ഡിസ്കാർഡ് ചെയ്യേണ്ടത്? റേഡിയോആക്റ്റീവ് വേസ്റ്റ് ബാഗ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കാം. ഓക്കെ, കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്യുക. പാക്ക് ചെയ്ത മെറ്റീരിയൽസ്, അതെല്ലാം മെറ്റീരിയൽസ് അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തരംതിരിച്ച് കൃത്യമായിട്ട് തന്നെ എന്താണ് റേഡിയോആക്റ്റീവ് വേസ്റ്റ് ബാഗ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കേണ്ടതാണ്. Okay, then clear the spill. Noka uses suitable spill kits or adhere to the manufacturer's directives for the proper use of absorbent material to clean up the spill. അതായത് സ്പില്ലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അബ്സോർബന്റ് അതിന് അനുയോജ്യമായിട്ടുള്ള പാഡ് ഉപയോഗിച്ച് മാനുഫാക്ചേഴ്സ് അതിന്റെ നിർമ്മാതാക്കൾ എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് തന്നെ അല്ലെ സൂട്ടബിൾ ആയിട്ടുള്ള സ്പിൽ കിറ്റ് എടുത്ത് മാനുഫാക്ചർ എന്താണോ നിർദ്ദേശിക്കുന്നത് അവരുടെ ഡയറക്ഷൻ യഥാവണ്ണം മനസ്സിലാക്കി അതനുസരിച്ചിട്ട് തന്നെ ഫോളോ ചെയ്ത് ആ ഭാഗങ്ങൾ അതെല്ലാം അവിടെയുള്ള ക്ലീനപ്പ് പരിപാടികളിലേക്ക് പോവുക. കോഷ്യസ് നോട്ട് ടു സ്പ്രെഡ് ദ റേഡിയോആക്റ്റീവ് മെറ്റീരിയൽസ് ഡ്യൂറിംഗ് ക്ലീനപ്പ്. ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് എന്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം? ഇതിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ക്ലീൻ ചെയ്യുമ്പോൾ? ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണോ? ക്ലീൻ ചെയ്യുമ്പോൾ വെറുതെ ക്ലീൻ ചെയ്ത് മതിയാവും. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത പോയിന്റുകളെല്ലാം പറയുന്നതാണ്. ക്ലീൻ ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് എന്ത് കോഷ്യസ് അല്ലെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം ക്ലീൻ ചെയ്ത് സ്പ്രെഡ് ആവുന്നുണ്ടോ എന്ന് അല്ലെ ഉറപ്പ് വരുത്തണം അല്ലെ. സ്പ്രെഡ് ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. എന്നിട്ട് മാത്രമല്ലേ അതൊരിക്കലും സ്പ്രെഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഒന്നുകൂടിയും എല്ലാവർക്കും വ്യാപിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. അതുകൊണ്ട് സ്പ്രെഡ് ആവുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. വീണ്ടും എന്താ പറയുന്നത്? ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. എവിടെയായിരിക്കും ഡിസ്പോസ് ചെയ്യേണ്ടത്? അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഈ റേഡിയോആക്റ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഏതെങ്കിലും പേപ്പേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അപ്പൊ എവിടെയാണ് അത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരിക? ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം അതിന് തൊട്ട് മുമ്പത്തെ പോയിന്റില് എല്ലാ പോയിന്റിലും അങ്ങനെ തന്നെയാണ്. തൊട്ട് മുമ്പത്തെ പോയിന്റിൽ പറയുന്നുണ്ട് എവിടെയാണ് നിക്ഷേപിക്കേണ്ടത്. എവിടെയായിരിക്കും? റേഡിയോആക്റ്റീവ് വേസ്റ്റ് ലേബലിന്റെ ബാഗ്സിൽ അല്ലെ. റേഡിയോആക്റ്റീവ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ തന്നെയായിരിക്കണം അവിടെ നിക്ഷേപിക്കുന്നത്. എന്താണ്? ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്. ഓൾ മെറ്റീരിയൽസ്. ഓക്കെ, നിങ്ങൾ ഇവിടെ തന്നെയാണ്. ഞാൻ ഹാപ്പിയാണ്. എന്തായാലും ഓൾ മെറ്റീരിയൽസ് ദാറ്റ് കംസ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ദ radioactive materials should be discarded as radioactive waste in the labeled bags or containers. അതായത് റേഡിയോആക്റ്റീവിന്റെ അവിടെ അതിലെ ആ ഐറ്റംസ് ഒക്കെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡേഞ്ചറസ് ആയതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യേണ്ടതുണ്ട്. കറക്റ്റ് ആയിട്ട് റേഡിയോആക്റ്റീവ് വേസ്റ്റ് ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സിൽ തന്നെ നിക്ഷേപിക്കണം. ഇവിടെയും ഫോളോ അപ്പ് എന്താണ് ചെയ്യേണ്ടത്? ലോക്കൽ സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ് ഫോർ ദ ഡിസ്പോസൽ ഓഫ് റേഡിയോആക്റ്റീവ് വേസ്റ്റ്. റേഡിയോആക്റ്റീവ് വേസ്റ്റ് കൈകാര്യം ചെയ്യുമ്പോഴും എന്താണ് ലോക്കലിന്റെയും ഫെഡറലിന്റെയും അതേപോലെ സ്റ്റേറ്റിന്റെ ഒക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ നിയമ നടപടികൾക്ക് അനുസൃതമായിട്ട് മാത്രമാണ് ഡിസ്പോസൽ അതിന്റെ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. The last point, I report the spill. Spill should be intimated to the concerned staff for documentation and investigation. അല്ലെ, നിയുക്തമാക്കിയിരിക്കുന്ന സ്റ്റാഫ് ഇവിടുത്തെ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെയൊരു സ്പില്ലേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്തത്, എന്തൊക്കെ സ്റ്റെപ്പുകൾ എന്തൊക്കെ ആക്ഷനുകളൊക്കെ എടുത്തിട്ടാണ് അത് കൈകാര്യം ചെയ്തത് കൃത്യമായിട്ട് ഡോക്യുമെന്റ് പേപ്പറുകളൊക്കെ ഇൻവെസ്റ്റിഗേഷന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെയാണ്. അപ്പൊ ഏതൊക്കെ പോയിന്റ് ആയിരിക്കും ഇവിടെ നോട്ട് ചെയ്യേണ്ടതായിട്ട് വരിക? ഏത് ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിലാണ് ഇടേണ്ടി വരുന്നത് അല്ലെ മെറ്റീരിയൽസ് ഒക്കെ ഇവിടെയാണെന്നുള്ളത് കൃത്യമായിട്ടുണ്ടാവാം.
ലോക്കൽ നെയിം സ്റ്റേറ്റിന്റെ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെ, ഏത് ലേബർ ലിസ്റ്റിലാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. അതാണ് ഡിസ്പോസൽ മെറ്റീരിയൽസ് ഷുഡ് ബി ഡിസ്കാർഡഡ് ആസ് അല്ലെ, റേഡിയോ ആക്റ്റീവിന്റെ വില്ലേജിൽ വരുന്ന ഡിസ്പോസൽ ചെയ്യുന്ന മെറ്റീരിയൽസ് എവിടെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഇന്ന് ലേബലിൽ അല്ലെ, അത് മാത്രമേ തന്നെ ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിലാണ് നിക്ഷേപിക്കേണ്ടത്. ഓക്കെ ആണോ? ജസ്റ്റ് വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, എന്നാ അടുത്തതിലേക്ക് പോകാം. ഓക്കെ, സ്പില്ലിന് ലബോറട്ടറി ഏരിയ മൈക്രോബയൽ കൾച്ചർ അല്ലെ, അവിടെ സൂക്ഷ്മ ജീവികളുടെ സംസ്കരണ കാര്യങ്ങളൊക്കെയാണ് ലബോറട്ടറിയിലുള്ളത്. അത് സ്പില്ലേജ് വേസ്റ്റ് ഒക്കെ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. യൂസർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എന്താണ് ലബോറട്ടറിയിൽ നടപ്പാക്കുന്നത്? ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലബോറട്ടറി എന്താ നടപ്പാക്കുക? നമ്മുടെ ബ്ലഡ് നമ്മൾ കണ്ട ബോഡി ഫ്ലൂയിഡ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് അതിനെല്ലാം പരിശോധന അല്ലെ, ഡിസീസസ് കണ്ടെത്താനായിട്ട്, അതായത് പരിശോധനകൾക്കൊക്കെ വിധേയമാക്കിയിട്ട് ഡയഗ്നോസ്റ്റിക് പർപ്പസ് അല്ലെ, രോഗനിർണയം. ഇൻ കേസ് എന്താണ് ഇതിൽ ഇന്ന കണ്ടന്റ് ഉണ്ട്, ഇന്നതൊക്കെ പോസിറ്റീവാണ്, ഇന്നതൊക്കെ നെഗറ്റീവ് ആണ് അല്ലെ, കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടാണ് ഡിസീസസ് എന്ത് രോഗമാണെന്ന് ഡോക്ടർ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, റീസൺസ് ടു ഡിസീസസ്, റീസൺ അല്ലെ, ആ ഒരു ഡിസീസസ് വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തിന്റെ രോഗാണുവാണ് അത് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ് നമുക്കറിയാം, സൂക്ഷ്മ അണുക്കൾ അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലെ. ഇതിന്റെയൊക്കെ ഈ ബാക്ടീരിയയുടെ ആക്രമണം കൊണ്ടാണ് ഇത് കൂടുതലാണ്, ഈ ബാക്ടീരിയ കുറവാണ്, അല്ലെങ്കിൽ ഇതിന്റെ കണ്ടന്റ് കൂടുതലാണ്, ഫംഗസ് ഉണ്ട് അല്ലെ, അതെല്ലാം തന്നെ അതിൽ കണ്ടെത്തുന്നത്. അപ്പൊ അവിടെ എന്താണ്, അണുക്കൾ എന്തായാലും ഉണ്ട് എന്നുള്ള കാര്യം ലബോറട്ടറിയിലൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് സേഫ് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടത് മസ്റ്റ് ആയിട്ട് തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ് അല്ലെ. അപ്പൊ നോക്കാം, അവിടെയും എന്താണ്, തീർച്ചയായിട്ടും നമുക്കറിയാം ലാബില് അവര് പേഴ്സണൽ ആയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കോട്ടും കാര്യങ്ങളൊക്കെ ധരിച്ചിട്ടൊക്കെയാണ് തന്നെയാണ് അവിടെ ഡ്യൂട്ടി ചെയ്യുന്നത്. ലാബ് കോട്ട്, കെമിക്കൽ റെസിസ്റ്റന്റ് ഗ്ലൗസ്, സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് മാസ്ക് അല്ലെ, ഇതെല്ലാം ധരിച്ചിട്ട് തന്നെയാണ് അവര് ഡ്യൂട്ടി കൈകാര്യം ചെയ്തത്. നോട്ടിഫൈ ഓൾ പേഴ്സൺസ് ഇൻ ഇമ്മീഡിയറ്റ് ഏരിയ ആൻഡ് വക്കേറ്റഡ് ഏരിയ അല്ലെ. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ഇത് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു അല്ലെ, അവിടെ എന്തെങ്കിലും ഒരു സ്പില്ലേജ് സംഭവിച്ചുവെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവിടെ നിന്ന് എല്ലാവരും മാറാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. Then cover the spill with the absorbent material drenched in a right disinfectant.
അതായത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയ അല്ലെ അവിടെ ഇപ്പൊ ഒരു ടെസ്റ്റ് ട്യൂബിലെടുത്ത് നമ്മൾ രോഗനിർണയം നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടൈമിലായിരിക്കും ചെറിയൊരു സ്പില്ലേജ് സംഭവിക്കുന്നതെങ്കിൽ ആ ഭാഗത്തേക്ക് എന്താണ് എന്തെങ്കിലും അല്ലെ ഡിസിൻഫെക്ടന്റ് അതായത് അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ വിത്ത് കോൺസെൻട്രേഷൻ ഓഫ് 1.0% അവൈലബിൾ ക്ലോറൈൻ 80% എത്തനോൾ അല്ലെ 20% എത്തനോളും 1.0% ക്ലോറൈനും കൂടി മിക്സ് ചെയ്തിരിക്കുന്ന സംയുക്തം ഉപയോഗിച്ചിട്ട് തന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന എന്തെങ്കിലും ടവലും കാര്യങ്ങളും അല്ലെ അതായത് ആ ലായനി എന്താണ് ഈ ഒരു പ്ലേസിലേക്ക് എന്താണ് ഡ്രെഞ്ചിൽ എന്ന് വെച്ചാൽ മുക്കി അല്ലെ അവിടെ എന്താണ് ഉറപ്പിച്ച് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആ ലായനിയിലുള്ള പ്രധാനമായിട്ടുള്ള കണ്ടന്റ് അത് ആ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് തന്നെ അതിലെ അണുക്കൾ നശിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും സമയം അല്ലെ അവിടെ കുറച്ച് സമയം മുക്കി വെച്ചത് കുറച്ച് സമയം എന്താണ് അണുക്കൾ നിറഞ്ഞ ആ ഭാഗത്തേക്ക് അല്ലെ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ്. അണുക്കൾ നശിച്ചതിന് ശേഷം ടൈം കഴിഞ്ഞതിന് ശേഷമാണ് ആ തുണി എടുത്ത് മാറ്റുന്നത്. അപ്പോഴേക്കും അവിടുത്തെ അണുക്കളൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഉദ്ദേശിച്ച കാര്യം എന്താന്ന്? ഓക്കെ, വീണ്ടും അവിടെ എടുത്ത് പറയുന്നുണ്ട് ലീവ് 10 to 30 minutes after wearing disinfectant solution around the skin. അല്ലെ അവിടെ 10-30 മിനിറ്റോളം അവിടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആ ഒരു ലൈൻ ഉപയോഗിച്ചിട്ടുള്ള സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടുള്ള ഡിസിൻഫെക്റ്റഡ് അണുവിമുക്തമാക്കാനുള്ള സംഭവം യൂസ് ചെയ്യണമെന്നുള്ളതാണ്. Then rub the nearby area using a disinfectant solutions. അതിനുശേഷം എന്താണ് ആ ഏരിയ ഡിസിൻഫെക്ടന്റ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് വ്യക്തമാക്കുന്ന സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് തന്നെ അതായത് തുടച്ച് ക്ലീൻ ചെയ്യുക അല്ലെ. റബ്ബ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരച്ചൊരച്ച് ഡിസിൻഫെക്ടന്റ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. Then clean the spill and disinfectant solution and shift all polluted materials to an appropriate waste container. അതായത് എന്താ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേസ്റ്റ് കണ്ടെയ്നറിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളൊക്കെ കൃത്യമായിട്ട് തന്നെ നിക്ഷേപിക്കണം എന്നുള്ളതാണ്. Then if the spill is huge or including extremely infectious microorganisms, cabinet may need to be decontaminated with formaldehyde gas by qualified staff before further use, raising insurance form. അതായത് നമുക്കറിയാം ഇൻ കേസ് ഇത് ഡേഞ്ചറസ് ആയിട്ടാണെങ്കിൽ അല്ലെ അണുക്കളൊക്കെ കൂടുതൽ ധാരാളം ശ്വാസ വലുതാണ് അല്ലെങ്കിൽ എന്താണ് അത്യാവശ്യം അവിടെ അണുക്കൾ പറ്റി പിടിച്ച് ഇരിപ്പുണ്ടെന്ന് ഉള്ള ഒരു തോന്നലുണ്ടെങ്കിൽ അല്ലെ ക്യാബിനറ്റിലൊക്കെ മൊത്തത്തില് എന്തെങ്കിലും അണുക്കൾ പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ എന്താണ് അത് മൊത്തമായിട്ട് തന്നെ എന്താണ് ഫോർമുലാഡിഹൈഡ് ഗ്യാസ് ആ വാതകം ഉപയോഗിച്ചിട്ട് അവിടുത്തെ അണുക്കളൊക്കെ നശിപ്പിച്ച് കളയണം അല്ലെ. ഡീകൺടാമിനേറ്റ് എന്ന് വെച്ചാൽ അവിടെ അണുവിമുക്തമാക്കണം അല്ലെ. മലിനീകൃതമായിട്ടുള്ള ഏരിയ എന്താണ് ഫോർമുലാഡിഹൈഡ് ഗ്യാസ് ഉപയോഗിച്ച് വാതകം ഉപയോഗിച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫിന്റെ സാന്നിധ്യത്തില് അത് കൃത്യമായിട്ട് തന്നെ അത് ഉപയോഗിച്ചിട്ട് കൈകാര്യം ചെയ്യണം. അതിനുശേഷം ഇൻസിഡന്റ് ഫോംസ് നമ്മൾ എല്ലാത്തിലും പറയുന്ന മാത്രമേ തന്നെ ഇൻസിഡന്റ് ഫോംസുകൾ തയ്യാറാക്കണം. ഓക്കെ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം അതിന്റെ സൊല്യൂഷന്റെ കണ്ടന്റ് ഒക്കെ. ഇതിലും നേരത്തെ ആ സൊല്യൂഷൻ തന്നിട്ടുണ്ട് അല്ലെ, നമ്മൾ പഠിച്ചിരുന്നതാണ്. സൊല്യൂഷന്റെ കണ്ടന്റ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നോക്കണമല്ലോ. സർഫേസ് ഡീകൺടാമിനേറ്റഡ് വിത്ത് 10% സോഡിയം തയോസൾഫേറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു. അതേമാതിരി തന്നെ ഇവിടെ അല്ലെ 1% ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പൊ അതിൽ ഏത് സൊല്യൂഷനാണ് ഏത് തരത്തിലുള്ള സ്പില്ലേജിനാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള റയർ പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്യണം. ഇത്രയും ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെയാണോ? അതിൽ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ഒക്കെ അടയാളപ്പെടുത്താറുണ്ട് കേട്ടോ. ചെറുതായിട്ട് ആ സൊല്യൂഷന്റെ പേര് എഴുതാനുണ്ട്. അതേമാതിരി എത്ര മിനിറ്റോളം അവിടെ അല്ലെ അത് ഉപയോഗിച്ചു എന്നുള്ള കാര്യമുണ്ട്. uh, 10 to 30 minutes അല്ലെ അത് ഉപയോഗിച്ചതിന് ശേഷം അത്രത്തോളം സമയം പിന്നെ ഏത് വാതകം ഉപയോഗിച്ചിട്ടാണ് അവിടെ ആ ഒരു ക്യാബിനറ്റ് ഒക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? അപ്പോൾ ആ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് വരാം. ചാപ്റ്റർ 4 ആണോ? നേരം പറഞ്ഞ് ഞങ്ങൾക്ക് ബോറടിച്ച സാധാരണ സ്പില്ലേജ് വേസ്റ്റ് ഭയങ്കര ബോറ് ചാപ്റ്റർ ആണെന്നാണ് കേൾക്കാറ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്തായാലും ആദ്യ ഭാഗത്ത് മാത്രം കൺഫ്യൂഷൻ ഉള്ളു അല്ലെ. ബാക്കിയൊക്കെ പിന്നെ എന്താ പറയണ ഒന്നിൽ വന്ന പോയിന്റ്സ് ഒക്കെ തന്നെ റിപ്പീറ്റ് ചെയ്താണ് അല്ലെ. വലിയ കുഴപ്പമൊന്നുമില്ല. ചില ഇതാണ് ഡിസ്പോസ് ചെയ്യുന്ന വേസ്റ്റ് ബിന്നുകളിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. സൊല്യൂഷൻ കണ്ടന്റിൽ കുറച്ച് മാറ്റങ്ങളുണ്ട് അല്ലെ. അതെ അതെ, എല്ലാം ഒരുപോലെ തന്നെ തോന്നണം. ചില ഇതുകൾ മാത്രമേ ഒരു വേരിയേഷൻ വരുള്ളൂ. ആ ഒരു സൊല്യൂഷൻ കണ്ടന്റിലോ ഡിസ്പോസ് ചെയ്യുന്ന ആ വേസ്റ്റ് ബിന്നിലൊക്കെയാണ് ചെറിയ മാറ്റങ്ങളുള്ളത്. ബാക്കിയൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഒരേപോലെയുള്ള പോയിന്റ്സ് ആണ്. അതുകൊണ്ടാണ് അത് ബോറായിട്ടും വരുന്നത്. ഇവയെ നമുക്ക് വലിയ കുഴപ്പമില്ല. ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ എടുക്കാനായിട്ട്. ഈ ചാപ്റ്ററിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് പോയേക്കണതല്ലേ ആദ്യം മുതലൊക്കെ അല്ലേ? നമ്മൾ എടുത്തതിൽ ഏതെങ്കിലും മാർക്ക് ചെയ്ത് പോവാത്ത ചാപ്റ്റർ ഉണ്ടായിട്ടുണ്ടോ? എല്ലാത്തിലും ഞാൻ മാർക്ക് ചെയ്ത് തന്നെ പോയിട്ട് തോന്നുന്നു. ഉണ്ടോ? നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാലും മതി. എല്ലാത്തിലും മാർക്ക് ചെയ്ത് ഇതില് അത് തന്നെയാണ് ഫസ്റ്റില് ഞാൻ മാർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് തന്നെ ശ്രദ്ധിച്ചു പോകേണ്ടത്. കാരണം മാർക്ക് ചെയ്തേക്കുന്നത് ഞാൻ പുതിയൊരെണ്ണം കൂടി എടുത്ത് നിങ്ങളെ പോരടിപ്പിക്കേണ്ടെന്ന് ഓർത്തിട്ടാണ്. കാരണം അന്യം കുറച്ചും കൂടി ഉള്ളു നമുക്ക് എടുക്കാൻ. അത് 2 ക്ലാസ് കൊണ്ട് എന്തായാലും നമുക്ക് ഫിനിഷ് ചെയ്യാം. ഓക്കെ, ഞങ്ങൾ ഒഴിച്ചെടുക്കുന്നതിന്റെ പോറാക്കണ്ട. അപ്പൊ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വേണ്ട എങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമല്ല. അതായത് സാധാരണയായിട്ട് അല്ലെ വേസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുക. ബോഡി അല്ലെങ്കിൽ ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ് കെമിക്കൽസ് ഒക്കെ എന്താണ് പലതരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റിൽ പെടാവുന്നതാണ് അല്ലെ. അതില് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ എന്താണ് പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ സ്പില്ലേജ് സംഭവിക്കുമ്പോൾ ഒരു ലീക്കേജ് റെസ്പോൺസ് പ്ലാന് അല്ലെ. അവിടെ തീർച്ചയായിട്ടും നെസസറി ടു ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാനിനെ പ്ലേസ് അല്ലെ. മോസ്റ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ അവിടെ ഉണ്ടായിരിക്കുക. എന്താണ് പിന്നെ ട്രാൻസ്മിറ്റബിൾ ആയിട്ടുള്ള അസുഖങ്ങൾ എന്താണ് അല്ലെ. അത് അതിലൊക്കെ മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാം. ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് കാണാം. അപ്പോ ട്രാൻസ്മിറ്റബിൾ ആയിട്ടുള്ള അസുഖങ്ങൾ എന്താണെന്ന് വെച്ചാൽ രോഗം പടർന്ന് പിടിക്കാൻ സാധ്യതയുള്ള അസുഖങ്ങൾ. അതേമാതിരി തന്നെ പലതരത്തിൽ ഇതെല്ലാം ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത. എല്ലാ ഹെഡിങ്ങും വെച്ചിട്ട് നിങ്ങൾ ആ പോയിന്റ്സ് ജസ്റ്റ് നോക്കാം. എന്തൊക്കെ റിസ്കുകൾ വരാൻ സാധ്യതയുണ്ട്, ഏതൊക്കെ സോഴ്സ് ഇപ്പോൾ ഇവിടെ സ്പില്ലേജ് വരാൻ സാധ്യതയുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള സ്പില്ലേജുകളുണ്ട്,
അതേമാതിരി തന്നെ ഏതൊക്കെ സ്റ്റെപ്പ് എടുത്തിട്ടാണ് സ്പില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യുക. അപ്പൊ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് അല്ലെ എല്ലാത്തിന്റെ ആ ഒരു ഹെഡിങ്ങുകളൊക്കെ പഠിച്ചിരിക്കും. കാരണം കുട്ടിക്ക് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാറിപ്പോകരുത്. അപ്പൊ ഹെഡിങ്ങൾ ഇതിന്റെ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത്, അതേമാതിരി തന്നെ എന്താണ് നമ്മൾ കണ്ടത്, സോഴ്സുകൾ ഏതൊക്കെ ഉറവിടത്തിൽ നിന്നാണ് ഈ ലീക്കേജുകൾ വരുന്നത്, അതേമാതിരി തന്നെ റിസ്കുകൾ ഇതുമായി ബന്ധപ്പെടാം. അപ്പൊ ആ ഒരു പോയിന്റ്സ് സെക്ഷൻ മനസ്സിലാക്കി ഓർത്ത് വെച്ചാൽ മതി. റിസ്ക് എന്ന് പറയുമ്പോൾ ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്, പൊട്ടിത്തെറികൾ വരാൻ സാധ്യതയുണ്ട്, ഇഞ്ചുറികൾ വന്ന് അതിലൂടെ അണുക്കൾ പ്രചരിക്കാൻ സാധ്യതയുണ്ട്, റേഡിയേഷനൊക്കെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള പൊട്ടിത്തെറികൾ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എൻവയോൺമെന്റൽ പൊല്യൂഷൻ അല്ലെ, പ്രകൃതിക്ക് തന്നെ ദോഷം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ എൻവയോൺമെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലെ, സോയിൽ വാട്ടർ ആൻഡ് എയർ ഇതൊക്കെ എൻവയോൺമെന്റൽ പൊല്യൂഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യമുണ്ട്. ചിലപ്പോൾ വേണമെങ്കിൽ എയറിലെ പൊല്യൂഷൻ ആവാം, വാട്ടറിലെ പൊല്യൂഷൻ ആവാം, അല്ലെങ്കിൽ സോയിലെ പൊല്യൂഷൻ ആവാം അല്ലെ. അതേമാതിരി തന്നെ ഒരു സിമ്പിൾ ചോദ്യം കണ്ടുവരുന്നത് എന്താണ്, സ്പില്ലേജ് ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റ് എന്താണ് അല്ലെ. കെമിക്കൽ സ്പില്ലേജ് ആയാല് എന്താണ് സോയിലും വാട്ടറും ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം കെമിക്കൽ ആണ് അല്ലെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വേസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഓയില് അല്ലെങ്കിൽ വാട്ടർ സ്പില്ലേജ് എന്നൊക്കെ പറയുമ്പോൾ അതില് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പില്ലേജ് ഏതാണ്? അപ്പൊ അതിന്റെ ഓപ്ഷനിൽ ഒരു കെമിക്കൽ തന്നിട്ടുണ്ട്. അപ്പൊ കെമിക്കൽ സ്പില്ലേജ് ആണ് ഡേഞ്ചറസ് ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ വലിയ കുഴപ്പമില്ലാത്ത സ്പില്ലേജ് ഏതാണ് അല്ലെ. അങ്ങനെയൊക്കെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ കാണാം. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക. പിന്നെ ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ സ്റ്റെപ്പ് അല്ലെ, സോഴ്സുകൾ ഏതൊക്കെ ഉറവിടത്തിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്, ഇതൊക്കെ നമ്മളെ മൈൻഡിൽ തന്നെ ഓട്ടോമാറ്റിക്കലി വരുന്ന കാര്യങ്ങളൊക്കെയാണ് അല്ലെ. മെഡിക്കൽ പ്രൊസീജിയർ നടക്കുമ്പോൾ, ലബോറട്ടറി ടെസ്റ്റ് നടക്കുമ്പോൾ, പേഷ്യന്റിനെ കെയർ കൈകാര്യം ചെയ്യുമ്പോൾ, മെയിൻ്റെനൻസ് റിപ്പയർമെന്റ് ഒക്കെ നടത്തുമ്പോൾ, ഹാൻഡ്ലിംഗ് ഡിസ്പോസൽ മെഡിക്കൽ കെയർ, സ്വെല്ലിംഗ് കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട് അല്ലെ, അവിടെ ഒന്നിച്ച് കളക്ട് ചെയ്ത് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ നടത്തുമ്പോഴൊക്കെ സ്പില്ലേജുകൾ വരാനായിട്ടുള്ള സാധ്യതകള്. പിന്നെ വ്യത്യസ്ത തരത്തിലുള്ള സ്പില്ലേജുകൾ നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങള്, അതിന്റെ സ്റ്റെപ്പുകൾ അല്ലെ. സ്റ്റെപ്പുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ മാനേജ്മെന്റ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. അതൊക്കെ എന്തായാലും കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് തരും. ഞാൻ ഇന്നിപ്പോ ഒന്നിച്ചിരുന്ന് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് ഓർത്തൊരു 2-3 മിനിറ്റ് കിട്ടിയപ്പോ ഒന്ന് അല്ലെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സുകളൊക്കെ നോട്ട് ചെയ്ത് ചോദിച്ചതാണ്. അല്ലാതെ നിങ്ങളുടെ പോർഷൻസ് ഇനിയും തീരാനുണ്ട്. അപ്പൊ നമ്മൾ കണ്ട കുറച്ച് പോയിന്റ്സുകൾ അല്ലെ, 2 ദിവസമായിട്ട് എടുത്തതിലും ഞാൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞു. ബൈഹാർട്ടൊന്നും പഠിച്ചില്ലെങ്കിലും കുറച്ച് കണ്ടന്റുകൾ അല്ലെ, സെയിം റിപ്പീറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ തന്നെയാണ് എല്ലാത്തിലും വരുന്നത്. പക്ഷെ ചില കാര്യങ്ങളൊക്കെ അല്ലെ സൊല്യൂഷൻ കണ്ടന്റിൽ വ്യത്യാസമുണ്ട്, എന്താണ് വേസ്റ്റ് ബിന്നിൽ വ്യത്യാസം വരുന്നുണ്ട്. അതേമാതിരി തന്നെ സ്പില്ലേജിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചിലത് മേജർ ആണോ മൈനർ ആണോ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ എല്ലാത്തിലും റിപ്പോർട്ട് ദ സ്പില്ല് അല്ലെ, ലാസ്റ്റ് ആയിട്ടും ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിപ്പോർട്ട് ദ സ്പില്ല് ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് എടുക്കാം. നമ്മളിപ്പോ നിർത്തിയത് ഇതാണ് ലബോറട്ടറി ഏരിയയിൽ വരെയുള്ള അല്ലെ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ ഇതുവരേക്കും? ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, നമുക്കപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, ma'am. Thank you, Thank you, ma'am. ma'am.